ഹലോ സുഹൃത്ത്, നമസ്കാരം. ഇന്ന് ജനുവരി 29 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. പത്രങ്ങളിലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ജേഡിസ് കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും നൽകാൻ ശ്രമിക്കുന്നത്. നമുക്ക് ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഒഡീഷ ടോപ്സ് ദി ഫസ്റ്റ് ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് ഓഫ് ദി നീതി ആയോഗ്. നീതി ആയോഗിന്റെ ആദ്യ ധനകാര്യ ആരോഗ്യ സൂചികയിൽ ഒഡീഷ ഒന്നാമത്. അതായത് ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ്, ധനകാര്യ ആരോഗ്യ സൂചിക. ഇത് പ്രകാരം സംസ്ഥാനങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന സംസ്ഥാനം ഒഡീഷയാണ്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് പ്രകാരം ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച സംസ്ഥാനം ഏതാണ്? ഒഡീഷ. ധനകാര്യവുമായി ബന്ധപ്പെട്ട ഒരു ഇൻഡെക്സ് ആണ് ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ്. ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2025 ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് അത് പുറത്തിറക്കി. ഇതിൽ ഒഡീഷയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്. ധനകാര്യവുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇത് ഒരു സംസ്ഥാനത്തിന്റെ ചെലവ്, ഗുണനിലവാരം, വരുമാനം, സാമ്പത്തികമായിട്ടുള്ള കാഴ്ചപ്പാട്, ആ കടങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, ഇതുപോലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള എക്കണോമിക് അഫേഴ്സ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സൂചികയാണ് ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ്. ഇതനുസരിച്ച് ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന സ്റ്റേറ്റ് ആണ് ഒഡീഷ. 2025 ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് പുറത്തിറക്കിയ സംഘടന ഏതാണ്? നീതി ആയോഗ്. നീതി ആയോഗ് ആണ് ഈ ഒരു ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് പുറത്തിറക്കിയിട്ടുള്ളത്. 2015 ജനുവരി 1 നീതി ആയോഗ് ഇത് സ്ഥാപിതമായിട്ടുള്ളത്. നീതി ആയോഗിന്റെ ആദ്യത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്നു സിന്ധു സി കുള്ളർ. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആണ് BVR സുബ്രഹ്മണ്യം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നീതി ആയോഗിന്റെ ഒരു റിപ്പോർട്ട് ആണ് ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് 2025. ഇത് പ്രകാരമാണ് ഒഡീഷ ഏറ്റവും ടോപ്പ് ലെവലിൽ. 2025 ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് പ്രകാരം ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സംസ്ഥാനങ്ങൾ ഏതാണ്? ഒഡീഷ, ഛത്തീസ്ഗഡ്, ഗോവ, ജാർഖണ്ഡ്. ഏറ്റവും ടോപ്പ് ലെവലിൽ വരുന്ന 4 സംസ്ഥാനങ്ങളാണ് ഒഡീഷ, ഛത്തീസ്ഗഡ്, ഗോവ, ജാർഖണ്ഡ്. ഇവ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള ചെലവ്, എക്സ്പെൻസ്, വരുമാനം, കടങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, ഇവയെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നാണ് ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ്. ഇത് പ്രകാരമാണ് ഈ 4 സ്റ്റേറ്റ് ആണ് ഏറ്റവും ടോപ്പ് ലെവലിൽ: ഒഡീഷ, ഛത്തീസ്ഗഡ്, ഗോവ, ജാർഖണ്ഡ്. 2025 ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് പ്രകാരം ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെക്കുന്ന സംസ്ഥാനങ്ങൾ ഏതാണ്? പഞ്ചാബ്, ആന്ധ്രാപ്രദേശ്, പശ്ചിമ ബംഗാൾ, കേരളം. പിന്നെ 4 സംസ്ഥാനങ്ങൾ ഏറ്റവും ടോപ്പ് ലെവലുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഏറ്റവും ബാക്കിലെ വേഴ്സ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന 4 സ്റ്റേറ്റ്സ് ആണ് പഞ്ചാബ്, ആന്ധ്രാപ്രദേശ്, പശ്ചിമ ബംഗാൾ, കേരളം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: ബീറ്റിംഗ് റിട്രീറ്റ് സെറമണി അറ്റ് വിജയ് ചോക്ക്. വിജയ് ചോക്കിൽ ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങ്. ഇന്നത്തെ ഒരു ചടങ്ങാണിത്. ഇന്ന് നടക്കാൻ പോകുന്ന ഒരു ചടങ്ങാണ് ബീറ്റിംഗ് റിട്രീറ്റ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ ഏത് തീയതിയിലാണ് അവസാനിക്കുന്നത്? 2025 ജനുവരി 29. ഇന്ന് ജനുവരി 29, ഇന്നാണ് 76ാമത്തെ റിപ്പബ്ലിക് ദിനം ആയി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ ഇന്ന് അവസാനിക്കുന്നത്. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ സമാപന ചടങ്ങായ ബീറ്റിംഗ് റിട്രീറ്റ് 2025 ജനുവരി 29 എവിടെ നടക്കും? വിജയ് ചോക്ക്, അതായത് രാഷ്ട്രപതി ഭവന്റെ മുന്നിലുള്ള റൈസാന ഹിൽസിലാണ് ബീറ്റിംഗ് റിട്രീറ്റ് എന്ന സെലിബ്രേഷൻ, അതായത് റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട് അതിന്റെ അവസാനത്തെ ചടങ്ങെന്ന് പറയുമ്പോൾ ഈ ഒരു ചടങ്ങാണ് ബീറ്റിംഗ് റിട്രീറ്റ്. 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ സമാപന ചടങ്ങായ ബീറ്റിംഗ് റിട്രീറ്റ് ഏത് ഗാനത്തോടെയാണ് ആരംഭിക്കുന്നത്? കദം കദം ബദായേ ജാ. കദം കദം ബദായേ ജാ എന്ന ഗാനത്തോടു കൂടിയാണ് ബീറ്റിംഗ് റിട്രീറ്റ് ഇതിന്റെ ആരംഭം. ഇന്ന് ജനുവരി 29, ഇന്ന് വൈകുന്നേരം റൈസാന ഹിൽസിന് മുമ്പിൽ കൂടുന്ന ബാൻഡ് സംഘത്തിന്റെ പെർഫോമൻസ് ആണ് ബീറ്റിംഗ് റിട്രീറ്റ് എന്ന ഈ ചടങ്ങ്. റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട ആഘോഷത്തിന്റെ സമാപന ചടങ്ങാണിത്. 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷ സമാപന ചടങ്ങിൽ എത്ര ബാൻഡ് ടീം 30 ആകർഷമായ ഇന്ത്യൻ ഗാനങ്ങൾ പ്രദർശിപ്പിക്കും? 4 ബാൻഡ് ടീംസ്. ബീറ്റിംഗ് റിട്രീറ്റ് എന്ന് പറയുമ്പോൾ ബാൻഡ് സംഘത്തിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ആ ഒരു ബാൻഡ്, അതാണ് ഈ ഒരു ചടങ്ങിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. 4 ബാൻഡ് ടീം ആണ് പങ്കെടുക്കുന്നത്. ഒന്ന് ഇന്ത്യൻ ആർമിയുടെ ബാൻഡ് ടീം, ഇന്ത്യൻ എയർഫോഴ്സിന്റെ, ഇന്ത്യൻ നേവിയുടെ, ഒപ്പം തന്നെ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിന്റെ.
ഈ 4 ബാൻഡ് ടീമിന്റെ 30 ഗാനങ്ങൾ ഇതിലെ ആരംഭം എന്ന് പറയുമ്പോൾ കദം കദം ബദായെ ച എന്ന് പറയുന്ന ആ ഒരു ഗാനത്തോടുകൂടി ആരംഭിക്കുന്നു. വിജയ് ചൗക്കിൽ ആണെന്ന് 29 ജനുവരി ഇന്ന് വൈകുന്നേരം ഉണ്ടാകുന്ന ആ ഒരു ബീറ്റിംഗ് റിട്രീറ്റ് എന്ന് പറയുന്ന ഈ ഒരു ആഘോഷം. ഇതിന് സമാപനം എന്ന് പറയുമ്പോൾ അതിൻ്റെ അവസാനത്തെ നിമിഷം എന്ന് പറഞ്ഞാൽ രാഷ്ട്രപതി ഭവൻ പൂർണ്ണമായിട്ടും ലൈറ്റ് കൊണ്ട് അലങ്കരിക്കുന്ന ആ ഒരു സിസ്റ്റമാണ് ബീറ്റിംഗ് റിട്രീറ്റ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് ISRO സെറ്റ് ഫോർ ലാൻഡ്മാർക്ക് 100th ലോഞ്ച് വിത്ത് GSLV F-15 ക്യാരിയിങ് NVS-02 സാറ്റലൈറ്റ്. NVS-02 ഉപഗ്രഹം വഹിക്കുന്ന GSLV F-15 ഉപയോഗിച്ച് ISRO 100ാമത് വിക്ഷേപണത്തിന് ഒരുങ്ങുന്നു. ഇതൊരു ന്യൂസ് ഹെഡിംഗ് ആണ്. ഇന്ന് രാവിലെ 6:23 ISRO ഇത് വിക്ഷേപിച്ചു. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള വിക്ഷേപണമായിരുന്നു ISROന്റെ 100ാമത്തെ വിക്ഷേപണം. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ISRO ചെയർമാൻ ഡോക്ടർ വി നാരായണന്റെ നേതൃത്വത്തിൽ വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം ഏതാണ്? NVS-02 നാവിഗേഷൻ ഉപഗ്രഹം. ഡോക്ടർ വി നാരായണൻ അദ്ദേഹമാണ് ISROന്റെ ഇപ്പോഴത്തെ ചെയർമാൻ. ഈ കഴിഞ്ഞ ജനുവരി 13 ഡോക്ടർ വി നാരായണൻ ISROയുടെ ചെയർമാൻ ആയിട്ട് സ്ഥാനം ഏറ്റെടുക്കുന്നത്. അതിനു മുമ്പ് ഡോക്ടർ S സോമനാഥ് ആയിരുന്നു ISROയുടെ ചെയർമാൻ. ഡോക്ടർ വി നാരായണൻ അദ്ദേഹത്തിന്റെ ചെയർമാൻഷിപ്പിൽ ആദ്യത്തെ ഒരു സാറ്റലൈറ്റ് ലോഞ്ചിങ് ആണ് ഇന്ന് നടന്നിട്ടുള്ളത്. NVS-02 നാവിഗേഷൻ സാറ്റലൈറ്റ് 2025 ജനുവരി 29 വിക്ഷേപിച്ച ISROയുടെ 100ാമത്തെ ദൗത്യം ഏത് ഉപഗ്രഹമാണ്? NVS-02 നാവിഗേഷൻ ഉപഗ്രഹം. ISROയുടെ ചെയർമാൻ ആയിട്ടുള്ള ഡോക്ടർ വി നാരായണൻ അദ്ദേഹത്തിന്റെ ആദ്യത്തേതും എന്നാൽ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ 100ാമത്തെ ഒരു മിഷൻ ആയിരുന്നു ഇന്ന് നടന്നിട്ടുള്ളത്. ജനുവരി 29 NVS-02 നാവിഗേഷൻ സാറ്റലൈറ്റ് എന്ന സാറ്റലൈറ്റ് ആണ് ഇന്ന് വിക്ഷേപിച്ചിട്ടുള്ളത് ISRO. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ ഇവിടെ നിന്നാണ് ISRO നാവിക് എന്നറിയപ്പെടുന്ന NVS-02 സാറ്റലൈറ്റ് വിക്ഷേപിച്ചിട്ടുള്ളത്. NVS-02 നാവിഗേഷൻ ഉപഗ്രഹം വിക്ഷേപിക്കാൻ ഉപയോഗിച്ച ബഹിരാകാശ വിക്ഷേപണ വാഹനം ഏതാണ്? GSLV F-15 റോക്കറ്റ്. GSLV F-15 റോക്കറ്റ് ആണ് ISRO ഇതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. GSLV എന്നാൽ ജിയോ സിങ്ക്രോണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. ജിയോ സിങ്ക്രോണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ GSLV F-15 എന്ന റോക്കറ്റ് ആണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് ISRO. ഇന്ന് ജനുവരി 29 ഇന്നാണ് ISRO 100ാമത്തെ മിഷൻ ഇന്ന് നടന്നിട്ടുള്ളത്. രോഹിണി ടെക്നോളജി പേലോഡ് വഹിച്ചുകൊണ്ട് ISRO അതിന്റെ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ 3 SLV-3E10 പരീക്ഷണ പറക്കൽ നടത്തിയത് ഏത് തീയതിയിലാണ്? 1979 ഓഗസ്റ്റ് 10. അതായത് ISROന്റെ ആദ്യത്തെ ഒരു പരീക്ഷണം നടന്നിട്ടുള്ളത് 1979 ഓഗസ്റ്റ് 10 അന്ന് ഉപയോഗിച്ച ലോഞ്ച് വെഹിക്കിൾ ആയിരുന്നു സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ 3 SLV-3E10. എന്നാൽ ഈ ഒരു പരീക്ഷണം അത് സക്സസ് ആയിരുന്നില്ല. ഡോക്ടർ APJ അബ്ദുൽ കലാം ആയിരുന്നു അന്നത്തെ ഡയറക്ടർ. അദ്ദേഹത്തിന്റെ ഒരു ലീഡർഷിപ്പിലായിരുന്നു അന്ന് ഈ പരീക്ഷണം നടന്നിട്ടുള്ളത്. അതിനുശേഷം നടന്നിട്ടുള്ള രണ്ടാമത്തെ പരീക്ഷണം അത് വളരെ വിജയകരമായിരുന്നു. 1980 ജൂലൈ 18, അതായത് 1980 ജൂലൈ 18 രോഹിണി സാറ്റലൈറ്റ് RS-1 അത് പ്ലേസ് ചെയ്തു. അന്ന് ഉപയോഗിച്ചിട്ടുള്ള ലോഞ്ച് വെഹിക്കിൾ ആണ് SLV-3E2. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ലീഡർഷിപ്പിലായിരുന്നു അന്ന് ഇന്ത്യയുടെ രോഹിണി എന്ന സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് 38th നാഷണൽ ഗെയിംസ് ബിഗാൻ ഇൻ ഉത്തരാഖണ്ഡ്. 38ാമത് ദേശീയ ഗെയിംസ് ഉത്തരാഖണ്ഡിൽ ആരംഭിച്ചു. ഇതൊരു ന്യൂസ് ഹെഡിംഗ് ആണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 38ാമത് ദേശീയ ഗെയിംസ് 2025 ജനുവരി 28 ഏത് സംസ്ഥാനത്താണ് ഉദ്ഘാടനം ചെയ്തത്? ഉത്തരാഖണ്ഡ്. നേരത്തെ കറണ്ട് അഫയേഴ്സിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു, എവിടെയാണ് 38ാമത്തെ നാഷണൽ ഗെയിംസ് നടക്കാൻ പോകുന്നത്? ഇത് ഉത്തരാഖണ്ഡിലാണ്. ഇന്നലെയായിരുന്നു ജനുവരി 28 ഉത്തരാഖണ്ഡിൽ നാഷണൽ ഗെയിംസ് ആരംഭിച്ചിട്ടുള്ളത്. 38ാമത് ദേശീയ ഗെയിംസിൽ എത്ര കായിക പരിപാടികൾ ഉണ്ടാകും? 32 വിഭാഗങ്ങൾ, 32 ഇനങ്ങളാണ് 38ാമത്തെ നാഷണൽ ഗെയിംസ്, അതായത് ഉത്തരാഖണ്ഡിൽ നടക്കുന്ന നാഷണൽ ഗെയിംസിൽ ഉണ്ടാവുക. 38ാമത് ദേശീയ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങ് ഉത്തരാഖണ്ഡിലെ ഏത് സ്റ്റേഡിയത്തിലാണ് നടന്നത്? രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയം. ഉത്തരാഖണ്ഡിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള
ഒരു സ്റ്റേഡിയമാണ് രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം. ഇവിടെയാണ് 38ാമത്തെ നാഷണൽ ഗെയിംസ് നടക്കുന്നത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, സ്പോർട്സ് ആയി ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്. ICC മെൻസ് എമർജിംഗ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ. ICC പുരുഷ എമർജിംഗ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ. ICCയുടെ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അവാർഡ് പ്രഖ്യാപിച്ചു. ഇതുമായി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ആണിത്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2024 ICCയുടെ പുരുഷ എമർജിംഗ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? കമിന്ദു മെൻഡിസ്, ശ്രീലങ്ക. ശ്രീലങ്കയുടെ താരമായിട്ടുള്ള കമിന്ദു മെൻഡിസ് ആണ് ICC പുരുഷ എമർജിംഗ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആയിട്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിൽ ഉണ്ടായിരുന്നു സ്മൃതി മന്ദാന ICCയുടെ വിമൻസിലെ വൺഡേ ഇന്റർനാഷണലിലെ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചതും ടെസ്റ്റിലാണെങ്കിൽ ജസ്പ്രീത് ബുംറയ്ക്കും ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചിരുന്നു. 2024 ICC ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അവാർഡ് നേടിയത് ആരാണ്? ജസ്പ്രീത് ബുംറ. 2024 ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അവാർഡ് അത് ലഭിച്ചിട്ടുള്ളത് ജസ്പ്രീത് ബുംറയ്ക്കാണ്. അതുപോലെ തന്നെ വനിതകളിലാണെങ്കിൽ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അവാർഡ് നേടിയിട്ടുള്ളത് അമീലിയ കെർ ആണ്. ന്യൂസിലാൻഡ് താരമായിട്ടുള്ള അമീലിയ കെർ ആണ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അവാർഡ് നേടിയിട്ടുള്ളത്. 2024 സർ ഗാർഫീൽഡ് സോബേഴ്സ് അവാർഡ് നേടിയത് ആരാണ്? ജസ്പ്രീത് ബുംറ. ക്രിക്കറ്റർ ഓഫ് ദി ഇയർ മെൻസ് അവാർഡ് ലഭിക്കുന്ന അതേ വ്യക്തിക്ക് തന്നെയാണ് സർ ഗാർഫീൽഡ് സോബേഴ്സ് അവാർഡ് നൽകുന്നത്. സർ ഗാർഫീൽഡ് സോബേഴ്സ് ഇദ്ദേഹം വെസ്റ്റ് ഇൻഡീസ് പ്ലെയർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ അവാർഡ് നൽകുന്നത്. ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അവാർഡ് നേടുന്ന അതേ വ്യക്തിക്ക് തന്നെയാണ് ഇത് ലഭിക്കുന്നത്. ഈ പ്രാവശ്യം ഇത് ലഭിക്കുന്നത് ജസ്പ്രീത് ബുംറയ്ക്കാണ്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിംഗ്: ആൽവാസ് ഹാർദിക് ഷെട്ടി റിസീവ് പ്രൈം മിനിസ്റ്റർ ബാനർ അറ്റ് ദി NCC റിപ്പബ്ലിക് ഡേ ക്യാമ്പ്. NCC റിപ്പബ്ലിക് ദിന ക്യാമ്പിൽ ആൽവയുടെ ഹാർദിക് ഷെട്ടി പ്രധാനമന്ത്രിയുടെ ബാനർ സ്വീകരിക്കുന്നു. ഇതൊരു ന്യൂസ് ഹെഡിംഗ് ആണ്. NCCയെ ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 റിപ്പബ്ലിക് ദിന ക്യാമ്പിൽ പ്രധാനമന്ത്രിയുടെ ബാനർ നേടിയ NCC ഡയറക്ടറേറ്റ് ഏതാണ്? കർണാടക, ഗോവ ഡയറക്ടറേറ്റ്. NCC ക്യാമ്പ് കഴിയുമ്പോൾ ലഭിക്കുന്ന ഒരു അവാർഡ് ആണ്, ഒരു അംഗീകാരമാണ് പ്രൈം മിനിസ്റ്റർ ബാനർ. ഈ ഒരു അവാർഡ് ലഭിച്ചിട്ടുള്ളത് ഈ പ്രാവശ്യം കർണാടക, ഗോവ ഡയറക്ടറേറ്റിനാണ്. 2025 റിപ്പബ്ലിക് ദിന ക്യാമ്പിൽ പ്രധാനമന്ത്രിയുടെ ബാനറിനായി എത്ര NCC ഡയറക്ടറേറ്റ് മത്സരിച്ചു? 17. RD പരേഡിലെ NCC ക്യാമ്പിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു അവാർഡ് എന്ന് പറഞ്ഞാൽ അത് പ്രൈം മിനിസ്റ്റർ ബാനർ ആണ്. ഇതിനുവേണ്ടി മത്സരിച്ച ഡയറക്ടറേറ്റ്സ് ആണ് 17. അതിൽ നിന്നാണ് കർണാടക, ഗോവ ഡയറക്ടറേറ്റ് ലഭിച്ചിട്ടുള്ളത്. ഇതിൽ ആൽവ ഫൗണ്ടേഷനിലെ ഹാർദിക് ഷെട്ടി ആണ് ഈ അവാർഡ് ഏറ്റുവാങ്ങിയിട്ടുള്ളത്. NCCയുടെ കർണാടക, ഗോവ ഡയറക്ടറേറ്റിലെ പെർഫോമർ ആയിരുന്നു ആൽവ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷനിലെ. അവിടെ നിന്ന് പങ്കെടുത്തിട്ടുള്ള NCC കേഡറ്റ് ആയിട്ടുള്ള ഹാർദിക് ഷെട്ടി. നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 20 കറണ്ട് അഫയേഴ്സും അതുമായി ബന്ധപ്പെട്ട GK ആണ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. എന്നും നമ്മൾ കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാകുന്നൊരു കോൺഫിഡൻസ് അത് വളരെ മാറ്റമുണ്ടാകുകയും ചെയ്യും. ജഡ്സ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.